മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മുറുപൊട്ടി അല്ലെങ്കിൽ മുറുകൂട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പച്ചമരുന്നാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ, പല വീടുകളിലും സമർത്ഥമായി വളർത്തി വരുന്ന ഒരു ആയുർവേദ പച്ചമരുന്നാണ് മുറുപൊട്ടി അല്ലെങ്കിൽ മുറുകൂട്ടി എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഔഷധ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് നിത്യജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ചെറിയ ചെറിയ മുറിവുകൾ, നമ്മുടെ ശരീരത്തിലെ കാലിൽ, നമ്മുടെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു മുറിവുകൾ, പല രീതിയിൽ നമുക്ക് മുറിവുണ്ടാകാം. നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ കല്ലെ കൊണ്ട് മുറിയാം. അതേപോലെ കുപ്പിച്ചില്ല്, അപ്പം അതുപോലെ തന്നെ ചെറിയ ആയുധങ്ങൾ, നമ്മൾ കൃഷിയിലൊക്കെ ഏർപ്പെടുന്ന ചെറിയ ആയുധങ്ങൾ കൊണ്ട് നമ്മുടെ കാലുകൾക്ക് മുറിവുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾക്ക് ആ മുറിവുകൾ ഫലപ്രദമായി കരിക്കാൻ പറ്റുന്ന ഔഷധ ഗുണമടങ്ങിയ ഒരു പച്ചമരുന്നാണ് നമ്മൾ ഈ കാണുന്ന മുറുപൊട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ട് ആണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തണ്ട് മുറിച്ച് നമുക്ക് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഭൂമി ഇന്ന് സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായതിനാലാണ് ഇത് ചട്ടിയിൽ നട്ടത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പച്ചമരുന്നുകൾക്കെല്ലാം തന്നെ നല്ല പ്രതിരോധ ശക്തിയുണ്ട്. ഇത് നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ മണ്ണിലാണെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് മണ്ണിലങ്ങ് നട്ടാൽ മതി. പ്രത്യേകിച്ച് യാതൊരു പരിചരണമില്ലാതെ തന്നെ ഇവ വളർന്ന് പടർന്ന് അവിടെല്ലാം വ്യാപിക്കും. എന്നാൽ ചട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് മണ്ണ്, ഒരു 3/4 ഭാഗം മണ്ണ്, വേറെ വളമോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. അല്പം ചാണകപ്പൊടിയോ വല്ലതും ചേർത്താലും കുഴപ്പമില്ല. ഇത് ഇട്ട് ഇളക്കി, ആ മണ്ണും ഈ ചാണകപ്പൊടി ഇട്ട് ഇളക്കി ഒരു 2-3 തണ്ട് നട്ട് ആവശ്യത്തിന് ചെറിയ തോതിൽ ജലസേചനം നടത്തി കൊടുത്താൽ വളരെ പെട്ടെന്ന് ഇതിങ്ങനെ വളരും. നമുക്ക് കാണാൻ, കാഴ്ചയ്ക്ക് വളരെ കൗതുകകരമായ ഒരു ചെടിയായിട്ടിത് മാറും. ഇപ്പം തന്നെ ബാൽക്കണികളിലും മറ്റും ചട്ടികളിൽ തൂക്കിയിട്ട് വളർത്തുന്ന രീതിയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒപ്പം മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഔഷധം കൂടിയാണ്. നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ പലതരത്തിലുണ്ടാകും. നമ്മൾ ചെറിയ ആയുധങ്ങളൊക്കെ എടുക്കുമ്പോൾ ആയുധം കൊണ്ടൊക്കെ മുറിവുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ കാല് തട്ടിപ്പറിച്ചൊക്കെ മുറിവുണ്ടാകുന്നു, കല്ലുകൊണ്ട് ഒക്കെ മുറിവുണ്ടാകും. അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നടക്കുന്ന ആരംഭഘട്ടത്തിലൊക്കെ കൊച്ചു കൊച്ചു മുറിവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മുറിവുകളൊക്കെ കരിക്കാൻ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ മുറിവൊട്ടി അല്ലെങ്കിൽ മുറുകൂട്ടി എന്ന് പറയുന്ന ഈ മരുന്ന്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഈ മിക്ക പച്ചമരുന്നുകൾക്കും അവരനുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഇതേ മരുന്നാണെന്ന് തോന്നിക്കുന്ന മറ്റൊരു ചെടി, അതിന് ഇതിൽ ഉണ്ടാവുന്ന ഒരു ഔഷധ ഗുണങ്ങളോ ഒന്നും കാണത്തില്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ പുറകുവശമാണല്ല, ഒരു ചെറിയ പച്ചയുണ്ട്, ഒപ്പഴ് നീലയുണ്ട്. എന്നാൽ ഈ ഇല തന്നെ നമ്മൾ ഒന്ന് മടക്കി നോക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അത് പൂർണ്ണമായും വയലറ്റാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. ഇതിൻ്റെ അവരനെ തിരിച്ചറിയാനുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. ഇത് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് മുറിവെട്ടിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കാൻ. ഇനി ഇതെങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ശരീരത്ത് കൊതു കുത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷഡ്പദങ്ങൾ വല്ലതും കടിച്ച് അപ്പോൾ ഒക്കെ ഉള്ള മുറിവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കുറച്ച് ഇലയെടുത്ത് കയ്യിലിട്ട് ഞെരിടുന്നുണ്ടേ ഇതിൻ്റെ നീര് വരും. പഴയ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയൊക്കെ ഇല ഞെരടി നമ്മൾ മുറിവുകളിലൊക്കെ അതിൻ്റെ നീര് ഒഴിക്കുന്നതിന് കൂട്ട് തന്നെ ഇത് നമ്മുടെ കയ്യിലിട്ട് ഞെരടി അതിൻ്റെ നീര് നമ്മുടെ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചാൽ ഷഡ്പദങ്ങൾ മുഖേന ഷഡ്പദങ്ങൾ കുത്തി നമുക്കുണ്ടാകുന്ന ആ മുറിവുകൾ പൂർണ്ണമായിട്ടും കരിഞ്ഞു കിട്ടും. പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മുടെ കല്ല് തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ ചെറിയ ആയുധം, ഇരുമ്പോ കത്താളോ കൊടുവോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആയുധം കൊണ്ട് ചെറുതായിട്ട് ചെറിയ മുറിവിൻ്റെ കാര്യമാണ് പറയുന്നത്. വലിയ മുറിവുകൾക്ക് ആശുപത്രിയിൽ തന്നെ പോകേണ്ടതുണ്ട്, ചിലപ്പോൾ തയ്യലൊക്കെ ഇടേണ്ടി വരും. ഇതിപ്പം ഞാൻ പറയുന്നത് ചെറിയ മുറിവിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ മുറിവ് നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇല, ഇപ്പം ഒരു മൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഇലയുണ്ട്, കുറച്ച് ഇല പറിച്ചെടുത്ത ഈ ഇല നല്ല ഭംഗിയായിട്ട് കഴുകണം. കാരണം ഇത് തറയിലൂടെയൊക്കെ പറ്റി ചേർന്ന് കിടക്കുകയായതുകൊണ്ട് ഈ ഇലയിലൊക്കെ എപ്പോഴും മണ്ണിൻ്റെ അവശിഷ്ടങ്ങളും മറ്റ് പൊടിപടലങ്ങളും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഇല പറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് ശുദ്ധമായ ജലത്തിൽ 2-3 തവണ ഇതൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇലയൊന്ന് തുടയ്ക്കണം. വെള്ളമയമൊക്കെ പോയതിന് ശേഷം
നമ്മുടെ കയ്യിൽ ഇട്ട് ഒന്ന് കശക്കി കൊടുത്താൽ, ഒന്ന് ഞെരടി കൊടുത്താൽ അതിന് നീര് വരും. ഈ നീര് നമുക്ക് വേണമെങ്കിൽ കൊച്ചു കൊച്ചു മുറിവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആ ചതച്ച് ഈ ഇല കുറേ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ചെറുതായിട്ടൊന്ന് ഞെരടി, അതായത് ചാറ് വരത്തക്ക രീതിയിൽ ഞെരടുക അല്ലെങ്കിൽ ചതയ്ക്കുക. അതിനുശേഷം അത് വെച്ച് കെട്ടി ഞെരടിയ അല്ലെങ്കിൽ ചതച്ച ആ ഇല ആ മുറിവിലോട്ട് ചേർത്ത് നല്ലോണം വെച്ച് കെട്ടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു 2 3 അല്ലെങ്കിൽ 4 5 ദിവസം കൊണ്ട് തന്നെ ആ മുറിവുകൾ പൂർണ്ണമായിട്ടും കരിഞ്ഞു വരും. പിന്നെ മറ്റൊരു സംഗതി നമുക്കറിയാം, ഈ പച്ചമരുന്നുകൾ കൊണ്ടൊക്കെ മുറിവ് കരിയുന്നുണ്ടേ പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പച്ചമരുന്ന് കൊണ്ട് മുറിവോ അല്ലെങ്കിൽ ഏത് രോഗമായാലും ഭേദമാവുകയാണെങ്കിൽ പൂർണ്ണമായ ഫലപ്രാപ്തി അതിനുണ്ടാകും. അത് നമ്മൾ മറക്കാനാവാത്ത ഒരു സത്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രമേഹ രോഗികൾക്ക്, അതായത് ഈ ഷുഗറിൻ്റെയൊക്കെ അസുഖമുള്ളവർക്ക് ശരീരത്തിലുണ്ടാകുന്ന മുറിവും വ്രണങ്ങളുമൊക്കെ കരിയാൻ കാലതാമസം എടുക്കും. അതുപോലെ തന്നെ അലോപ്പതി ചികിത്സ വേണ്ടി വരുന്നു ഒക്കെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ മുറിവുട്ടിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ ഈ തരത്തിലുള്ള ഒരു മുറിവുട്ടി ഉണ്ടെങ്കിൽ ഈ ഷുഗർ രോഗികൾക്ക് ഉണ്ടാകുന്ന ഈ വ്രണവും അതുപോലെ തന്നെ ചെറിയ മുറിവുമൊക്കെ ഒരു ഫൈവും കൂടാതെ ഇത് ചതച്ച് വെച്ച് കെട്ടി നമുക്ക് കരിച്ചെടുക്കാം. അതൊരു വളരെ നേട്ടമാണ്. കാരണം പിന്നെ ഷുഗർ രോഗികൾക്ക് വ്രണവും മുറിവുമൊക്കെ കരിയാൻ പ്രയാസമാണെന്ന ആ ധാരണ മാറ്റിയെടുക്കാൻ ഈ ചെടിയുടെ അപാരപരമായ അത്ഭുതകരമായ ആ കഴിവിന് മരുന്നിൻ്റെ ശക്തിക്ക് സാധിക്കുമെന്നുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് വളർത്തുമ്പോൾ വളരെ കൗതുകരമായ നിറമാണ് ഇതിനുള്ളത്. മറ്റ് ഇലച്ചെടികളെ പോലെ തന്നെ നമുക്ക് കണ്ണിന് വളരെയധികം ഇമ്പമേകുന്ന നിറത്തോടു കൂടിയ ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിത്തോട്ടങ്ങളിൽ നമുക്കൊരു ചെടിയായിട്ട് നമുക്കിത് നട്ടു വളർത്തുകയും ചെയ്യാം. ഒപ്പം ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് മരുന്നായിട്ടും ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മൾ കണ്ടറിയുകയും അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കുകയും ചെയ്താൽ ഒട്ടനവധി ഗുണങ്ങളാണ്. കാരണം ഈ ഔഷധ സസ്യം പരിചരിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഇത് നമുക്ക് പരിചരിക്കാം. അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാണാൻ വളരെയധികം ഇമ്പമുണ്ട്. ചെറിയ മുറിവുകൾ, ഷഡ്പഥങ്ങൾ, കടിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഷുഗർ രോഗികൾക്ക്, പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് കരിച്ചെടുക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു ചെറിയ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നേരിട്ട് തിരക്കേറിയ അല്ലെങ്കിൽ ചിലവേറിയ ചികിത്സയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുപാടും പ്രകൃതി തന്നെ നൽകിയിട്ടുള്ള ഇത്തരം പച്ചില മരുന്നുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കുവാൻ വളരെയധികം ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പച്ചമരുന്നുകൾ നട്ടു വളർത്താനും വലിയ പ്രയാസമൊന്നുമില്ല. സ്ഥലമുള്ളവർക്ക് മുറ്റത്ത് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ നട്ടു വളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ മുറ്റത്ത്, നമ്മുടെ പരിസരത്തും ഒക്കെയുള്ള വായുവിനെ ശുദ്ധീകരിക്കുകയും ഇതിൻ്റെ അന്നജ അല്ലെങ്കിൽ ആഹാര പ്രക്രിയയിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്ന ആ വാതകത്തിൽ ഇതിൻ്റെ ഔഷധവീര്യം ഉൾപ്പെട്ടുള്ളതിനാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു മുറിവുകളൊക്കെ ഒരു മരുന്നും ഇല്ലാതെ തന്നെ മാറുവാനുള്ള ഒരു പ്രതിരോധ ശക്തി ഈ വായുവിൻ്റെ ഇതിൻ്റെ സമ്പർക്കത്തിലൂടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനൊക്കെ പരിചരിക്കാൻ ഇപ്പോൾ നമ്മൾ പച്ചമരുന്നൊക്കെ നട്ട് വളർത്തിയിട്ട് അങ്ങ് കളയുമല്ലോ. നമ്മൾ നിത്യേന ഇതിൻ്റെയൊക്കെ അടുത്തൊന്ന് പോവുകയും അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ ഒന്ന് സ്പർശിക്കുകയും അതിനെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതിൽ നിന്നും ഒരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഔഷധ വീര്യം നമ്മുടെ തൊലികളിലൂടെ ഒക്കെ നമ്മുടെ ഉള്ളിലെത്തുകയും അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും പരിപാലിക്കാൻ ഇത് വളരെയധികം ഉപയുക്തമാവുകയും ചെയ്യുന്നു എന്ന കാര്യവും നമ്മൾ മറക്കരുത്. അപ്പം ഈ സാഹചര്യത്തിലാണ് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ ഇത് സംബന്ധിച്ച് അറിവില്ലാത്തവരെയും കൂടി ഇത്തരം ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് വളരെ വലിയ ഒരു അനുഭവമായി തീരും. കാരണം ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ ആശുപത്രികളിൽ അത് അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, നാച്ചുറോപ്പതി ആയിക്കോട്ടെ, എല്ലാ ആശുപത്രികളിലും രോഗികളുടെ
രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുവാണ്. അതുപോലെ തന്നെ ഓരോ വർഷവും ഈ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഡോക്ടർമാർ പഠിക്കാൻ പോകുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കേരളത്തിൽ നിന്നും ആൾക്കാർ പോയി പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ചെറിയ ചെറിയ മുറിവുകൾ, ഉദാഹരണത്തിന് ഈ പ്രമേഹത്തിൻ്റെ അസുഖമുള്ള ആൾ, ഈ ആളുടെ ദേഹത്ത് ഒരു ചെറിയ ഞുഴൽ വന്ന് പൊട്ടിയാൽ പോലും ഇത് കരിയാൻ താമസമെടുക്കും. അപ്പം അല്ലെങ്കിൽ ഒരു ചെറിയ കാല് തട്ടിപ്പറിക്കുക, കാലിലെ കൊണ്ട് കാല് തട്ടിപ്പറിക്കുക, അത് കരിയാൻ താമസം എടുക്കും. അപ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുക, നിരന്തരമായി ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതികളോടാണ് അത് കരിയുന്നത്. എന്നാൽ ഇതേപോലെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ചെടിയുടെ ഇലകൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ ആ രോഗിയുടെ, പ്രമേഹം ബാധിച്ച ആ രോഗിയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന മുറിവും കരിച്ചെടുക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഒപ്പം ഇന്ന് ഈ കടന്തൽ, തേനീച്ചകൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപദ്രവങ്ങൾ, ചെള്ളിൻ്റെയൊക്കെ ഉപദ്രവങ്ങൾ കൂടി വരുമോ. ഇതൊക്കെ നമ്മുടെ ശരീരത്ത് അറിയാതെ കുത്തുമ്പോൾ അത് പിന്നീട് നീരായിട്ട് ഒക്കെ മാറി പൊട്ടിയൊക്കെ ചെയ്യും. പിന്നെ ചൊറിഞ്ഞ് മുറിവൊക്കെ ആകുമ്പോൾ ഇതിന് നീരല്പം പുരട്ടുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ആ രോഗങ്ങളങ്ങ് മാറിക്കിട്ടും. അങ്ങനെ എന്തു തന്നെയായാലും നമുക്ക് പിന്നെ ആശുപത്രിയിൽ പോകുന്ന സമയം, അതുപോലെ തന്നെ ആശുപത്രിയിൽ മരുന്നിന് കൊടുക്കുന്ന വില, ഡോക്ടർക്ക് നമ്മൾ സേവനത്തിന് കൊടുക്കുന്ന ആ ഫീസ്, ഇതെല്ലാം കൂടെ കണക്കാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഈ സസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകങ്ങളാണ്. അവയും ഈ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങൾ കണ്ടറിയുക എന്ന് പറഞ്ഞാൽ ഇത് അറിയാവുന്ന ആൾക്കാരിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥങ്ങളുണ്ട്, ആ സമയമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ വളരെയധികം ആളുകൾ ഇത്തരം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചെടുത്താൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും നമുക്ക് ആശുപത്രി ചെലവുകളില്ലാതെ തന്നെ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നമ്മെ ദുഃഖിപ്പിക്കും, നമ്മെ പ്രയാസപ്പെടുത്തും, നമ്മൾ ക്ഷയിപ്പിക്കും. അപ്പോൾ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള ഇത്തരം പച്ചമരുന്നുകൾ അറിയുകയും അത് മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുകയും നമ്മുടെ സന്തോഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുകയും ഒപ്പം മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ കൂടി നല്ല ഒരു ആരോഗ്യമുള്ള ജനതയാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു എന്ന കാര്യം നാം മറക്കരുത്. അപ്പോൾ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് പിന്തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ നൽകുന്ന അകൈതവുമായ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.